ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നോമ്പ് കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ്. നോമ്പ് കഞ്ഞി ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ ചില ചേരുവകളൊക്കെ കൂടുതലായിട്ട് ചേർക്കും, ചില സ്ഥലങ്ങളിൽ അത് കാണില്ല. അപ്പം ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ നാട്ടിലെ വീട്ടിൻ്റെ അടുത്ത് കുറച്ച് മുസ്ലിംസ് ഉണ്ട്. അപ്പോൾ അവർ നോമ്പാവുമ്പോൾ ഞങ്ങൾക്ക് കഞ്ഞി കൊണ്ട് തരാറുണ്ട്. അപ്പോൾ ആ റെസിപ്പിയാണ് ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത്. ഈ കഞ്ഞി നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഒക്കെ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് പൊടിയരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പൊടിയരി ഇല്ലെങ്കിൽ ഉണക്കലരി വാങ്ങിച്ചിട്ട് മിക്സിയിലൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി, പൊടിയരിയായി കിട്ടും. ചിലരിത് വെള്ള അരിയിൽ ഉണ്ടാക്കിയെടുക്കാറുണ്ട്, പക്ഷേ ടേസ്റ്റ് ഈ പൊടിയരിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ്. ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരാൾക്കുള്ള കഞ്ഞിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലോട്ട് 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് അരി നന്നായിട്ട് വേവിച്ചെടുക്കണം. വെള്ളമൊക്കെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്, അരി പകുതി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ ഉലുവ 1/4 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. അപ്പം അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇത് 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം, എന്നാലേ ഈ അരപ്പിന്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടുള്ളൂ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ ഉള്ളി വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യ് ചൂടാക്കി എടുക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ബ്രൗൺ നിറം ആവുന്നവരെ വഴറ്റിയെടുക്കാം. ബ്രൗൺ നിറം ആയി വന്നിട്ടുണ്ട്. ഇത് കഞ്ഞിയിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഉള്ളി വറുത്ത് ചേർക്കണമെന്നൊന്നുമില്ല. അസുഖമൊക്കെ ഉള്ളവർക്ക് ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഞ്ഞിക്ക്. നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് നോമ്പ് കഞ്ഞി ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.